Gurupriya TVയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ധീരനായ ഒരു രാജകുമാരന്റെ കൂടെയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ കമൽ എച്ച് മുഹമ്മദ് സർ. സ്വാഗതം ഗുരുപ്രിയ TVയിലേക്ക്. സോ ഞാൻ പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. ലൈക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഞങ്ങളുടെ ഒരു ജനറേഷന് ഇറ്റ്സ് ആൻ ഇൻസ്പയറിങ്. സോ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം ഭയങ്കര ചൂട്. ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. ഹ്യൂമിഡിറ്റി നല്ല കൂടുതലാണ്. ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു ഇന്നലെ മാത്രം. പിന്നെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോകുന്നു. ബുക്കിന്റെ നല്ല പ്രതികരണം വരുന്നുണ്ട്. ആക്ച്വലി സാറിന്റെ ഒരു ഐഡിയ ഇല്ലേ, ലൈക്ക് ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഐ എം പ്ലാനിങ് ടു റൈറ്റ് എ ബുക്ക് എന്നൊരു തോട്ട് വന്നത് ഏത് പോയിന്റിലാണ് ഇൻ യുവർ ലൈഫ്? ലൈക്ക് ഡെഫിനറ്റ് ആയിട്ടും എക്സ്പീരിയൻസസ് കാരണം കൊണ്ടാണ്. ഓഫ് കോഴ്സ് ഞാൻ എഴുത്തുകാരനല്ല. ദിസ് ഇസ് മൈ മെയ്ഡൻ ബുക്ക്. അപ്പോൾ സിൻസ് 1995 ഐ ഹാഡ് സം ഡാർക്ക് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നു. അപ്പോൾ നമ്മൾ സാധാരണ നാട്ടിലുണ്ടാവില്ലേ, അത് ജയിലുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ജയിലിൽ പോകുമ്പോൾ അവൻ കള്ളനാ എന്നുള്ള അത് ഇറ്റ് ഈസ് എ കോമൺ. ഇറ്റ്സ് യു കെ നോട്ട് ചേഞ്ച് ദാറ്റ്. അങ്ങനെയാ പറയാം. എന്താ കാരണം എന്ന് എൻക്വയറി ഇല്ല. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ എൻ്റെ ഹ്യൂമാനിറ്റേറിയൻ വർക്ക് ഞാൻ അതിൻ്റെ അകത്തും ചെയ്തിരുന്നു. അതിന് ശേഷം ആണ് ഞാൻ ഒരു ഹ്യൂമാനിറ്റേറിയനായിട്ട് myself. അത് നോട്ട് ബിക്കോസ് ഓഫ് ഫിയർ. നോ, ഐ നെവർ ഫിയർ. ഞാൻ ഇതുവരെയായിട്ട് ഒരാളെ പഠിച്ചിട്ടില്ല. ഐ ഗോ ഓൺ മൈ ഓൺ വേ. പക്ഷെ അവിടെ നിന്നാണ് എന്താണ് ജീവിതം എന്ന് പഠിക്കാനുള്ള ഒരു ഇത്. സോ വെൻ ഐ കെയിം ഔട്ട്, പിന്നെ അതിങ്ങനെ കാലം ഇങ്ങനെ പോയി. ആ സമയത്ത് കുറേ നഷ്ടങ്ങളെല്ലാം ഉണ്ടായി. ക്വൈറ്റ് നോർമൽ അല്ലേ, ഒരു കള്ളൻ്റെ കുടുംബം അല്ലേ പോവും. അത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ആൻഡ് ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് മൈൻഡ്. അന്ന് മുതലേ ഐ വാസ് എ ഡെയറിങ് പ്രിൻസ്. അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞു. പിന്നെ കുറേ കാലം കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഇൻസിഡൻറ്റ് യമനിൽ വെച്ചിട്ട് ആവുന്നു. യുദ്ധം ഒന്നിങ്ങനെ കയറി ഇങ്ങനെ പിടിച്ച് വരുമ്പോഴേക്കാണ് രണ്ടാമത്തത്. അപ്പം അതും കൂടി വന്ന്, അപ്പം അത് 2015 ഭയങ്കര. മറ്റേത് നമുക്ക് നമ്മളെ പ്രിസണിലാകുമ്പോൾ അത് ശിക്ഷയല്ലല്ലോ, ശിക്ഷയല്ലേ, റിമാൻഡാണ്. നമ്മളിപ്പം പല കൂട്ടരും റിമാൻഡിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേമാതിരി റിമാൻഡാണ് അത്. അപ്പോൾ ഈ യമൻ്റെ ഇത് സമയത്ത് ഇങ്ങോട്ട് വന്ന അതൊരു അവിടെ ഐ വാസ് വെരി ഹാപ്പി. എടാ പ്രിസണിൽ, ബിക്കോസ് യു ഗെറ്റ് ഫുഡ്, നല്ല ബിരിയാണി, മന്തി, എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് എല്ലാം കിട്ടുമായിരുന്നു. ഇറ്റ് വാസ് വെരി ഹാപ്പി. യമൻ യുദ്ധം കഴിഞ്ഞിട്ട് വരുമ്പോൾ, യമൻ യുദ്ധത്തിൽ ഞങ്ങൾ ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം ഇവാക്വേഷൻ എന്ന് പറയും. ഓപ്പറേഷൻ റാഹത്ത് 2015 ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ. അപ്പോൾ അത് വന്ന സമയത്താണ് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഐ ഹാവ് മൈ വൈഫ് ആൻഡ് മൈ 3 children. അവരെയും കൂട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇത്ര വർഷങ്ങൾക്ക് ശേഷം. ഐ യൂസ് ടു കം എലോൺ. അതേമാതിരി തന്നെ ഇന്ത്യൻ്റെ ബോംബെൻ്റെ ഡൽഹിൻ്റെ മുകളിലേക്ക് കൂടി ഞാൻ പറക്കും ടു വേരിയസ് കൺട്രീസ്. പക്ഷേ ഇന്ത്യയിൽ ഞാൻ ബോംബെയിലും ഡൽഹിയിലും മാത്രമേ വരാറുള്ളൂ. കേരളത്തിൽ ഒരിക്കൽ വന്നിരുന്നു, ഒറ്റൊരിക്കൽ ട്രിവാൻഡ്രത്ത് ഒരു കല്യാണത്തിന് വേണ്ടി വന്നിരുന്നു, അങ്ങനെ മാത്രം. അപ്പോൾ ഒരു കുടുംബത്തിനെയും കൂട്ടിയിട്ട് വരുമ്പോൾ യു ഷുഡ് ഹാവ് എ ഹൗസ്. പിന്നെ പൈസ വേണം, യുദ്ധമല്ലേ, ഒരു പൈസ ഇല്ല, ബാങ്കിൽ ക്ലോസ്ഡ്, ഒരു പൈസ ഇല്ലാണ്ടാണ് വന്നത്. അവളുടെ ആ സമയത്താണ് എൻ്റെ ഈ എഴുതണം ഈ തോട്ട്സ് വരുന്നത്. ബട്ട് ഇറ്റ് ടുക്ക് 2 or 3 years. 17 ലാസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ എഴുത്ത് തുടങ്ങിയത്. ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആക്ച്വലി ഈ ഒരു ജനറേഷനിലുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന, ഇയേഴ്സ് ബാക്ക് യു വർ ഇൻ ലിവിങ് റിലേഷൻഷിപ്പ് അല്ലേ? ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ്. അപ്പൊ ആ ഒരു ടൈമില്
ദാറ്റ്സ് എ ഭയങ്കര ഒരു ഡിസിഷൻ അല്ലേ? ലൈക്ക് ഇറ്റ്സ് എ ബോൾഡ് ഡിസിഷൻ. ഇപ്പൊ പോലും ലിവിങ് ടുഗെദർ എന്ന് പറയുമ്പോൾ there are people say ഓ അവര് ലിവിങ് ടുഗെദർ ആണ് എന്ന് പറയുന്ന ഒരു തോട്ട് ഇപ്പൊ ഉള്ളപ്പോഴും in your generation it was a bold decision. It was a bold എന്ന് പറഞ്ഞാൽ especially it was intercaste. Same caste അല്ല, it was intercaste. അപ്പോൾ of course I took a daring stance. She also in the beginning. അപ്പോൾ അതാണ് ഉണ്ടായത് ആ സമയത്ത്. പക്ഷെ അതിങ്ങനെ കാലക്രമേണ പിന്നെ എൻ്റെ കാരാഗ്രഹവും എന്ന് പറയുന്ന റിമാൻഡ് ടേംസും ഇതെല്ലാം ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ that became failure. You feel for that? Of course, when there were some tragedies which is described in the book. അപ്പോൾ അതുവരെ it was okay. പിന്നെ leave alone. Then I thought that relation it's not my cup of tea. അങ്ങനെ അത് പിന്നെ because I think it is almost 4 കൊല്ലം 4 or 5 years, that's all. I think so. I don't remember. പഴയ കാര്യത്തിനെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. You must be always think about today. നാളെ I don't think. നാളെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ it's okay, fine. സാറിൻ്റെ പുസ്തകത്തില് ലിവിങ് ടുഗെദർ ലൈഫിനെ പറ്റി സാർ ഒരു പ്രൊഫൈസിൽ ഒരു അധ്യായം അതാണ്. അപ്പം അത് ആക്ച്വലി ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിവിങ് ടുഗെദർ ലൈഫായിരുന്നു. ബട്ട് അത് ഡ്യൂ ടു മെനി റീസൺസ് സാർ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ പുസ്തകം വായിച്ച പോലെ തന്നെ. സോ എനിക്ക് ചോദിക്കാനുള്ളത് ബീങ് എ പേഴ്സൺ ഫ്രം ഈ ഒരു ജനറേഷൻ ചോദിക്കുകയാണ്, ഇന്ന് ഒരുപാട് കുട്ടികൾ ലിവിങ് ടുഗെദർ ലൈഫിൽ ജീവിക്കുന്നുണ്ട്, ജീവിച്ച പോലെ തന്നെ അതേ സ്പീഡിൽ ലൈക്ക് അതിൽ നിന്ന് മാറുന്നുണ്ട്. സോ സാറിന് ഏറ്റവും ബെസ്റ്റ് ഏതാ തോന്നിയിട്ടുള്ളത്? ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ അകത്ത് നിന്ന് ഉള്ളൊരു ഇതാണോ അതോ ലിവിങ് ടുഗെദർ ആണോ ബെസ്റ്റ്? എന്താ ഇതിൻ്റെ ബേസിക് എന്താന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ലിവിങ് ടുഗെദർ? ഒരുമിച്ച് നമ്മുടെ ലിവ് ചെയ്യുക. Let it be man and woman or woman and woman or men and men. അതാണ് ഇപ്പോഴത്തെ വാട്ട് വി ആർ സീയിങ്. കേരളത്തിലത് കുറവാണ്. ഓക്കെ, ഈ 3 ക്ലാസ് ഓഫ് വേ ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലത് ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. 2 കൂട്ടരും തമ്മിലറിയണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലിവിങ് ടുഗെദർ ഇസ് ബെറ്റർ ഓപ്ഷൻ അല്ലേ? നിങ്ങൾക്ക് സംസാരിക്കാനും പിടിക്കാനും. മറ്റേത് പിന്നെ അതില്ലല്ലോ. ഇറ്റ് ഈസ് വിത്തിൻ ദ ബൗണ്ടറീസ്. ദേ വിൽ നോട്ട് ഗിവ് യു 1 year 2 year ടൈം തരൂലല്ലോ. ഇത് ഇറ്റ് ഇസ് എ ഫ്രീ ഓപ്ഷൻ. അപ്പോൾ ഞാൻ രണ്ടും കണ്ടതുകൊണ്ട് what I suggest is living together is better because it's open without any boundaries. Of course there is a boundary between you and him or him and her. അത്രയേ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ലല്ലോ. അവിടെ 2 അവരെ ഫാമിലിയും ഉണ്ട്. അങ്ങനെ പല അങ്കിള് അത്. സോ ഇവിടെ അതിൻ്റെ ഇതില്ലല്ലോ. മാത്രം. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ എപ്പോൾ പിന്നെ പാർട്ട്ണർഷിപ്പാണല്ലോ ഇത് അല്ലേ? ബിസിനസ് പൈസേൻ്റെ ഇടപാടിൽ പാർട്ട്ണർഷിപ്പ് അല്ലേ? ഇത് പിന്നെ ബിറ്റ്വീൻ ഹി ആൻഡ് ഷീ അല്ലേ? അപ്പോൾ ബി ഓണസ്റ്റ്, അത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അവിടെ നിന്ന് പറയാൻ പറ്റണം, ഓക്കെ ലെറ്റ് us part. It must be an amicable part. മനസ്സിലായില്ലേ? ഒന്നുമില്ല. And you must be like friends. അങ്ങനത്തെ ഇതിൽ എത്തണം. അതാണ് എനിക്ക് പറ്റിയ ഒരു എക്സ്പീരിയൻസിന് കിട്ടിയ ഒരു പാഠം.
ഞാനിപ്പം റീസെൻ്റ്ലി സർ നമ്മുടെ യൂട്യൂബ് ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴത്തേക്കിനും അതിൽ ഈ നമ്മളെ ഒപ്പീനിയൻസ് ചോദിക്കുമല്ലോ കുട്ടികളോട്, പെൺകുട്ടികളോടായിക്കോട്ടെ ആൺകുട്ടികളോടായിക്കോട്ടെ. അപ്പോൾ ഒപ്പീനിയനിൽ കുറേ കുട്ടികൾ പറയുന്നത് കേട്ടു, വിവാഹമേ വേണ്ട, ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ വേണ്ട എന്ന്. അപ്പം സാറിൻ്റെ ഒരു ലൈക്ക് ബീങ് എ വെരി എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് അവർ പോകുന്നത്? You have to do the survey in a deeper way. I am not the right person to answer for that. ഞാൻ അതിൻ്റെ റീസേർച്ചോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ കിട്ടിയ കുട്ടീൻ്റെ താല്പര്യങ്ങളായിരിക്കാം. നിങ്ങളെ എത്ര കുട്ടികളെ എടുത്തിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവരെ എന്താ പറയുക, അതിന് ജീവിത രീതി, എക്സ്പീരിയൻസ്, നോട്ട് വിത്ത് എ മെയിൽ പാർട്ട്ണർ, അങ്ങനെയാകാം, മേ ബി വിത്ത് എ ഫീമെയിൽ പാർട്ട്ണർ, അതൊന്നും അവർ തുറന്ന് പറയില്ലല്ലോ. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് യൂറോപ്പ് അല്ലല്ലോ അത്ര ഓപ്പൺ ആയിട്ട് പറയാൻ. അപ്പം അതായിരിക്കും ചില സമയം. അല്ലെങ്കിൽ they have something in that presence of mind, adolescence, അല്ലെങ്കിൽ ആ പ്രായമല്ലേ അല്ലേ, ടീനേജേഴ്സ്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഐ ഡോണ്ട് ഹാവ് മച്ച് കമൻസ് ഓൺ ദാറ്റ്. സർ, കേരളത്തിൽ അതായത് നമുക്ക് ലിവിങ് ടുഗെദർ എന്ന് പറയുന്ന ആ ഒരു സംഭവം അഫ്കോഴ്സ് ശരിയാണ്. നമുക്ക് ആ ഒരു പാർട്ട്ണറുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ സംസാരിച്ച് ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞ് ആ ഒരു ബന്ധം അവസാനിപ്പിച്ച് ഫ്യൂച്ചറിൽ നമുക്ക് ഫ്രണ്ട്സായിട്ട് ഇരിക്കുകയും ചെയ്യാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്നും കേരളത്തിലുള്ള പല ആളുകളും, മെജോറിറ്റി ലിവിങ് ടുഗെദറിന് എതിരാണ്. ആരാണ്? What is the age? Age group maybe ഒരു 50+. Because they are trained like that. അതായത് ഉമ്മക്കരിന്റെ കൊണ്ട് മാത്രം പല്ല് തേച്ചിട്ട് ഉള്ള കൂട്ടർക്ക് ടേസ്റ്റ് കൊടുത്താൽ they don't be happy. അതാണ് അവരുടെ പ്രാക്ടീസ് ആണത്. They were born and brought up in that traditional way. You have to be a change. Yes. We have to be a change. I am a change maker for me, not for everybody. അതെന്റെ, it's not my job. മറ്റുള്ള കുട്ടികളെ നന്നാക്കുക അല്ലെങ്കിൽ ചേഞ്ച് ആക്കുക, that is not right. Get lost, അത്രയേ ഉള്ളൂ. But I changed myself and I am very happy. Actually happy for your words, because എന്താണെന്ന് വെച്ചാൽ ഈ ഇന്നത്തെ ജനറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സാറ് അന്നത്തെ കാലഘട്ടത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സാറിന്റെ ബുക്സിലൂടെ. സോ വെൻ യു റീഡ് ദാറ്റ്, അല്ലെങ്കിൽ ഓഡിയൻസ് അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്റർവ്യൂസിൽ പറയാൻ പറ്റില്ല, ബിക്കോസ് ദേ ഹാവ് ടു റീഡ് ദ ബുക്ക് അല്ലേ. പക്ഷെ എന്നാലും ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സാറ് അന്ന് ഫേസ് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ. What I want to do, we are in a living together. കുറച്ച് കഴിഞ്ഞ് പോകുമ്പം പിന്നെ അത് മാറി. 2 കൊല്ലം 3 കൊല്ലം പിന്നെ കുട്ടി ജനിക്കുമ്പോൾ ഇറ്റ് ചേഞ്ച്. പിന്നെയും മറ്റേ ഫാമിലി അതുപോലെയായി. അപ്പോൾ എന്താവും, അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഐ ഡോണ്ട് നോ ദ റീസൺ. അത് ബാക്കിയുള്ള കാര്യം ബുക്കിൽ പറയുന്നു. സോ അതങ്ങനെ പോയ കൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങ് പോയല്ലോ. റിമാൻഡ് ഹാപ്പൻഡ് എബ്രോഡ്, നോട്ട് ഇൻ ഇന്ത്യ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് ഇന്നും ഐ ഫീൽ ഹാപ്പി ടു സ്പീക്ക് വിത്ത് ഹർ. പക്ഷെ ട്രെയിൻഡ് ഇൻ ദാറ്റ് ട്രഡീഷണൽ വേ. അത് 10-60 വയസ്സുള്ള ഒരാൾക്ക് അത് അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അത് എസ്പെഷ്യലി റിലീജിയസ് പീപ്പിൾ. ഓക്കെ, ഐ എം എ ബ്രോഡ്-മൈൻഡഡ്. ഐ ഗോ എവറിവെയർ. മൈ ബുക്ക് സേസ് എവിടെയെല്ലാം എന്നെ അനുവദിക്കുന്നു ഞാൻ അവിടെ പോകും. ബൗണ്ടറീസ് ഇല്ല, ആരാധനയില്ല. ഐ എൻജോയ് അന്നും. And I don't mind in these sort of things. അന്ന് ചെറുപ്പം മുതലേ I am a playboy. പ്ലേബോയ്ക്ക് എന്താ ഹാപ്പി, അടിച്ച് പൊളിക്കുക. അത് കഴിഞ്ഞിട്ടു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുറേ മിസ്റ്റേക്സും കാര്യങ്ങളും. ഐ എം നോട്ട് എ ക്ലീൻ മാൻ. ഹൂസ് ദെയർ ക്ലീൻ ഇൻ ദിസ് വേൾഡ്? നോബഡി. അപ്പോൾ എവറിബഡി ഹാസ് ദേ ഗോട്ട് ദെയർ മൈനസും പ്ലസും ഉണ്ടാവും അല്ലേ, വീക്ക്നെസ്സും ഉണ്ടാവും, സ്ട്രെങ്ത്തും ഉണ്ടാവും. It's a part of destiny, വിധി.
അത്രമാത്രമേ ഐ എം വെരി ഹാപ്പി ടിൽ നൗ. ഫാദറിന്റെ ഒരു ഇൻഫ്ലുവൻസ്, അതായത് ഇത്രയൊക്കെ ലൈഫ് വൈബ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുമ്പോഴൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് സാർ ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്തിരുന്നതും എല്ലാം. സോ അത് ഫാദറിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഒരുപാട് ഉണ്ട് ഈ സാറിന്റെ ഒരു ലൈഫിൽ. യു ജസ്റ്റ് അല്ലേ ഫാദർ എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ലൈക്ക് he was not a father, not only a father, he was my guru, he was my friend. When I was matured after 18, we were like friends. We used to exchange so many things which is written in the book. And even my mother, she was angry with the practices. You know, she never saw. She's also from the village. അത് ബുക്ക് പറയുന്നുണ്ട് എന്താന്ന്. ഇന്ന് പല കുട്ടികൾക്കും വീട്ടില് ഇപ്പം ഫാദർ ആയിക്കോട്ടെ മദർ ആയിക്കോട്ടെ പേരൻസിൽ ആരെങ്കിലും ഒരാള് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ സർ ഇപ്പോൾ അല്ലേ പല കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു, പല പ്രശ്നങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ബട്ട് അന്ന് സാറിന് അത് കിട്ടി, ആ സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് പേരൻസിന് മക്കളെ ഫ്രണ്ട്സ് ആയിട്ടൊന്നും കാണാനൊന്നും ഒരു പരിധി വിട്ട് ഇല്ല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണം. then it will be wonderful. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ആൺകുട്ടികൾ അമ്മയുടെ അടുത്തും പെൺകുട്ടികൾ ഫാദറുടെ അടുത്തും അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിലേ കണ്ടത്. ഇപ്പൊ എന്താന്ന് എനിക്കറിയില്ല. ഓക്കെ, ബിക്കോസ് വി ആർ മിക്സ്ഡ്. എന്നോടും ചോദിക്കും, എൻ്റെ ഭാര്യനോടും ചോദിക്കും. സോ വി ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. അന്ന് അങ്ങനെയല്ല. എല്ലാം എന്ത് കാര്യം വേണ്ടെങ്കിലും ആൺകുട്ടി അമ്മയുടെ അടുക്ക പോയിട്ടാ പറയുക, അച്ഛൻ്റെ അടുക്ക പോകാൻ ധൈര്യം ഉണ്ടാവില്ല. ബട്ട് ഫോർ മീ ഇറ്റ് വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഐ ഗോ ടു ഇറ്റ്. ഓക്കെ, ഒരു ദാറ്റ് ഈസ് ഹൗ യു ബിൽഡ് എ റിലേഷൻഷിപ്പ്. ഓക്കെ, അത് നമ്മൾ ഇൻ ദ ഹ്യൂമൻ റൈറ്റ്സ് ഇറ്റ് ഇസ് ആഫ്റ്റർ 14 വയസ്സ് കഴിഞ്ഞാൽ യു ആർ ലെഫ്റ്റ് ഫ്രീ. നമ്മൾ പക്ഷികളെല്ലാം കാണുന്നില്ല, നമുക്ക് മാത്രമേ ആ ഒരു വേറെ ലിവിങ് ലൈഫ് സ്റ്റൈലുള്ളൂ. പക്ഷികളെല്ലാം അപ്പോൾ ഈ 14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ദെൻ യു ആർ മെച്യൂർഡ് എന്നാണ് പറയുന്നത്. എന്ത് മെച്യൂർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലീഗൽ മെച്യൂരിറ്റി അല്ല പറയുന്നത്, ഒരു സെൽഫ് മെച്യൂരിറ്റി വരുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ യു മസ്റ്റ് ബി ലെഫ്റ്റ് അലോൺ. അതായത് ഫോർ എക്സാമ്പിൾ പ്യൂബർട്ടി ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനാ നമ്മളെ ഗവൺമെന്റാണ് ചട്ടം കിട്ടി 18, 21 എല്ലാം ആക്കിയിട്ട് ഒരു മസാലയാക്കിയത്. സോ ഇതാണ് അതിന്റെ. അപ്പൊ ആ ഇത് പ്രായം കഴിഞ്ഞാൽ അതാണ് നമ്മള് ഫോറിൻ കൺട്രീസിൽ കാണുന്നത്. 14 ആകുമ്പോൾ അതുവരെ നോക്കുള്ളൂ പേരൻസിന്. അത് കഴിഞ്ഞാൽ വിടണം. ഈ വിൽ ഗോ ഇൻ പെട്രോൾ പമ്പോ എവിടെയെങ്കിലും പോയിട്ട് അവർ ജോലിയും ചെയ്യും പഠിക്കുകയും ചെയ്യും. നമുക്കങ്ങനെയാണോ? അല്ല, നമുക്കെങ്ങനെ ആ പഠിപ്പ്. പിന്നെ അത് അപ്പുറത്തെ വീട്ടില് പിന്നെ അവൻ ഡോക്ടറാണെങ്കിൽ അതാക്കണം, ഡോക്ടറാക്കണം. അപ്പുറത്ത് IAS ആണെങ്കിൽ IAS ആക്കണം. യു ഹാമർ ദ ചിൽഡ്രൻ, യു ഹാമർ ദ ചിൽഡ്രൻ. പാടില്ല. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. പക്ഷെ എന്റെ പേരെയാണെന്ന് ഞാൻ പറയില്ല. ഐ വിൽ നെവർ ടെൽ ദാറ്റ്. അവർക്ക് എന്താ ആവശ്യം? യു വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, ലീവ് അലോൺ, ലീവ് ഫോർ ബിക്കമിങ് എ ഡോക്ടർ. എഞ്ചിനീയറാണ് എഞ്ചിനീയർ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ്, IAS ലീവ്. അല്ലാണ്ട് മറ്റേ ഹാമർ ചെയ്യാൻ പാടില്ല, ഫോഴ്സ് ചെയ്യാൻ പാടില്ല. സാറിന്റെ ഇപ്പൊ ഒരു നമ്മളെ ടീനേജിലെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. സാറിന്റെ ഫ്രണ്ട്സ്, അത് നമ്മൾ അതും ഉണ്ട് ബുക്കിലൊരു ടോപ്പിക്കായിട്ട്. കൂട്ടുകാര്, അച്ഛൻ, എല്ലാവരും അവരുടെ ഇൻഫ്ലുവൻസ് ലൈഫിൽ എത്രത്തോളം ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു? അത് ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, ഇഫ് യു ഹാവ് മണി ദേ വിൽ ബി വിത്ത് യു. ഇതാണ്, ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. എല്ലാവർക്കും അങ്ങനെയില്ല. ബട്ട് വെൻ യു ബിക്കം മെച്യൂർഡ്, വെൻ ദ വിസ്ഡം ഒക്കേഴ്സ് വിത്തിൻ യു, അന്നേരമുള്ള ഫ്രണ്ട്സ് they are which is mentioned in my book. പക്ഷെ when I was a playboy, എൻ്റെ അടുക്കുള്ള പൈസ കാരണം I was a happy man. അപ്പോൾ ആ സമയത്ത് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും.
അപ്പോൾ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് കോമൺ. അത്രയേ ഉള്ളൂ. നമ്മൾ ബാക്ക് ടു സാറിൻ്റെ ആ ഒരു നേരത്തെ സംസാരിച്ച പോലെ പ്രിസൺ ആ ഒരു എക്സ്പീരിയൻസ് സാറിന് ഉണ്ടായിരുന്നു. ഡെഫിനറ്റായിട്ടും സാർ അതിനെല്ലാം തരണം ചെയ്തു. സോ സാധാരണ ഒരു സൊസൈറ്റിയിൽ അതും സംസാരിച്ചു സാർ. നമ്മൾ പ്രിസണിൽ പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹേറ്റ്രിഡ്, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് നമ്മൾക്ക് എന്താ സംഭവിച്ചത് എന്നറിയാൻ താല്പര്യമില്ല. ബട്ട് നമ്മൾ അവിടെ പോയി, സോ യു ആർ ഓൾവേസ് ലൈക്ക് നീ പ്രിസണിൽ പോയ ആളാണ് എന്നുള്ള ഒരു സംഭവം എപ്പോഴും ഉണ്ട്. അപ്പോൾ സാറിന് ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തപ്പോഴേ പ്രിസണിൽ നിന്ന് വന്നപ്പോൾ പിന്നെ സാറ് നേരെ സാറിൻ്റെ ഒരു ചേഞ്ചസ് ഇസ് ലൈക്ക് ടു ഒരു ജീവകാരുണ്യ പ്രവർത്തനം അങ്ങനെയുള്ള രീതിയിലേക്ക് പോകാനാണ്, സോഷ്യൽ ആക്ടിവിറ്റീസ് അതിലേക്ക് പോകാനാണ് സാറ് താല്പര്യപ്പെട്ടത്. സാർ അതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബുക്സ് വിറ്റ് കിട്ടുന്ന പൈസയിലോ ഒരു സ്മോൾ പെർസെൻറ്റേജ് സാറ് ഇതിന് തന്നെയാണ് സ്പെൻഡ് ചെയ്യാനും ഇതങ്ങനെ ആ ഒരു ഇതിനെ പറ്റി പറയുമോ? അപ്പം ഞാൻ പ്രിസണിൽ ഉള്ള സമയത്ത് ആദ്യത്തെ ഒരു കൊല്ലം മൊത്തം 4 കൊല്ലമായിരുന്നു. ഓക്കെ, 4 കൊല്ലത്തിൽ ഒരു 2 മാസമായിട്ട് കുറവുണ്ട് തോന്നുന്നു. അതെ. അപ്പോൾ ആദ്യത്തെ ഒരു കൊല്ലം നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ഇത്ര നീണ്ടു പോകുന്നുണ്ട്. 4 years വരെ പോകുന്നു. അപ്പോൾ ഏതായാലും ഈ പ്രിസണിൽ വെച്ചിട്ട് എന്നെ ബന്ധങ്ങളും ഇതുമെല്ലാം കല്ലും നെല്ലും തിരിഞ്ഞു. ആരെല്ലാം ഉണ്ട്, ആരുമില്ല, സീറോയിലും വലിയ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതും ഞാൻ ഐ വോണ്ടഡ് ടു ടെൽ ദാറ്റ്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ആ സമയത്ത് പിന്നെ യു സീ സോ മെനി പീപ്പിൾ ഇൻ ദ പ്രിസൺ. എൻ്റെ ബുക്ക് പറയുന്നുണ്ട്. അപ്പോൾ 3 കാര്യം ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. വൺ ഇസ് മാഫിയ. You have various mafias. It's an international prison. ഇവിടുത്തെ തവളക്കുളമല്ല. ഇവിടുത്തെ പ്രിസണിന് ഇറ്റ് തവളക്കുളം എന്ന് പറയും. ഒരു തവള അതിൻ്റെ അകത്ത്. ഇത് ഇന്റർനാഷണൽ പ്രിസൺ. എല്ലാം ബ്രൗൺ ഷുഗർ, മണി ഫ്രോഡ്, ATM സ്കാൻഡൽ, അങ്ങനത്തെ പല കാര്യങ്ങളുമുള്ള അന്നത്തെ സൈബർ അത്രയും ആയിട്ടില്ല അന്നേരം 94-ല്. സോ ഇവരെല്ലാം ആയിട്ട് അവർക്കെല്ലാം ഞാൻ ഐ യൂസ് ടു ഹെൽപ്പ് ദം. അപ്പോൾ പല കൂട്ടരും എന്നെ വിളിക്കും. സ്മഗ്ലേഴ്സ്, ഡ്രഗ് സ്മഗ്ലേഴ്സ്, ലിക്കർ സ്മഗ്ലേഴ്സ്, എല്ലാവരും ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ദം. അപ്പോൾ ഇതെല്ലാം ഉള്ള സമയത്ത് എൻ്റെ പ്ലാന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പോവാം ആയിരുന്നു. 1 സെക്കൻഡ് ഓപ്ഷൻ പിന്നെ നമ്മൾ പറയില്ലേ ജീവിതം മടുത്തിട്ട് ലൈക്ക് സന്യാസി, ആ ഒരു കാറ്റഗറി. അത് 2. 3-ാമത്തേതാണ് നോ ഐ ഹാവ് ടു ബി ബോൾഡ്, ഐ ഹാവ് ടു ബി എ ഡെയറിംഗ് പ്രിൻസ് ഇൻ എ ഹ്യൂമാനിറ്റേറിയൻ വേ. ഉണ്ടായി ഈ 3 ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒന്നാമത്തേനാണ് പ്രിഫറൻസ്. എൻ്റെ ആദ്യത്തെ ആ ഒരു കൊല്ലം. പിന്നെ എൻ്റെ നമ്മൾ പറയുന്നില്ലേ ഐ യൂസ് ടു ഹെൽപ്പ് ദം ദി ഇൻമേറ്റ്സ് ഒരുപാട്. ഇതെല്ലാം ഇറ്റ് റിട്ടേൺ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ അല്ലേ. എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് ആ സൗകര്യം കിട്ടിയിട്ടില്ലായിരുന്നു ആദ്യം. പക്ഷേ ഒരു കൊല്ലത്തിന് ശേഷമാണ്, ഏകദേശം 6 മാസം 8 മാസം 10 മാസം ആയതിനു ശേഷമാണ് എനിക്ക് കുറച്ചും കൂടി ഒരു എന്താ ഒരു ഫ്രീനെസ് അതിൻ്റെ അകത്ത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് വരികയാണെങ്കിൽ ഒന്നാമത്തെ ദിവസം ഞാനവിടെ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ദിവസം തന്നെ യു വിൽ ഫീൽ ഹോംലി പ്രിസൻ്റെ അകത്ത്. ഞാനവിടെ ഉള്ള സമയത്ത്, ഞാൻ ഇല്ലാത്ത സമയത്ത് നോ. ചില സമയം ഞാൻ വേറെ പ്രിസണിലേക്കെല്ലാം കൊണ്ടുപോകുന്ന അവസരങ്ങളുണ്ട്, ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്കെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഇതിലേക്ക്. പക്ഷേ all the mafia, international mafia people were my friends. They helped me inside and some when I got out. ആ ഒരു സ്ട്രെസ് എങ്ങനെയാ സർ ഓവർകം ചെയ്തത്? ആ ടൈമിൽ ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. വിഷമം ധൈര്യമാണ്, എല്ലാത്തിനും ധൈര്യമാണ്. ആ ധൈര്യം നമ്മളിപ്പോ എനിക്ക് ഓപ്പൺലി ടെൽ ഐ ഡോണ്ട് ഫിയർ ഡെത്ത്. ഏറ്റവും ഒരു മനുഷ്യന്
പിന്നെ പേടിയുള്ള എന്താ മരിക്കാൻ? ഐ ഡോണ്ട് ഹാവ്. ജനിച്ചാ മരിക്കും, അത് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞു ഹൃദയത്തിൽ. സോ ഐ ഡോണ്ട് ഫിയർ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വണ്ടി, തീവണ്ടിയോ അല്ലെങ്കിൽ ട്രെയിനോ വരുമ്പോൾ മുറിയത്തേക്ക് ശ്രദ്ധിച്ചിട്ട് കിടക്കണം. ആന വന്ന് എന്തെങ്കിലും ചെയ്താൽ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ബട്ട് ഇൻ പ്രിൻസിപ്പിൾ ഐ ഡോണ്ട് ഫിയർ ഡെത്ത്. ജനിച്ചാൽ മരിക്കും എന്നുള്ള കാര്യം അതെങ്ങനെ. പക്ഷെ ഒരു പ്രാർത്ഥനയുണ്ട്, ആരെയും ഉപദ്രവിക്കാതെ, ആരെയും ഇതാക്കാതെ, ഒരു ക്ലീൻ ഒരു ശാസ്ത്രത്തിന്. എൻ്റെ ഫാദർ മരണപ്പെട്ടതുപോലെ എൻ്റെ മദറോ കുറേ കാലം ഹോസ്പിറ്റലെല്ലാം കിടന്ന് പല ഡയാലിസിസ് അല്ല മറ്റേ കീമോ, അത് അങ്ങനത്തെ വേദനയും അത് പാടില്ല. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. അത് ആ ഒരു ഇത് മാത്രമേ ഞാൻ. പിന്നെ പ്രാർത്ഥന ഞാൻ അധികവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. I pray for others and my children and my family. So that will come back to you. Maybe. I don't know. I think so. That is what Guru say.